36 വീക്സ് കംപ്ലീറ്റായ അന്ന് രാവിലെ എൻ്റെ അനിയത്തിയുടെ വാവയെ എടുത്ത് കയ്യിൽ വെച്ച് കൊഞ്ചിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ഫ്ലൂയിഡ് ബ്രേക്കായെന്ന്. പെട്ടെന്ന് തന്നെ എൻ്റെ അമ്മയും കുഞ്ഞമ്മയും ചിറ്റപ്പനും കൂടെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള പുറപ്പാടിലായിരുന്നു. എനിക്ക് വേണ്ടുന്ന ഒരു സാധനം പോലും നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടില്ലായിരുന്നു. ഭാഗ്യത്തിന് വാവയ്ക്ക് വേണ്ടുന്ന എല്ലാം നേരത്തെ വാങ്ങി സുരക്ഷിതമായി വെച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്നൊരു 10 മിനിറ്റ് ദൂരം മാത്രമേ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഈ വീഡിയോ ഒക്കെ എൻ്റെ അനിയത്തിയായിട്ടോ എടുത്തു തന്നത്. എൻ്റെ വീട് കൊല്ലത്താണ്. അതുകൊണ്ട് തന്നെ NS കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലാണ് എൻ്റെ ഡെലിവറി നടന്നത്. അന്നമ്മ ഡോക്ടറായിരുന്നു എന്നെ നോക്കിയിരുന്നത്. ആദ്യം കാഷ്വാലിറ്റിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടുത്തെ പ്രൈമറി ചെക്കപ്പിന് ശേഷമാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷമുള്ള വീഡിയോസൊക്കെ എടുത്തത് കുഞ്ഞമ്മയാണ് കേട്ടോ. ഫ്ലൂയിഡ് ബ്രേക്കായിട്ടും എനിക്ക് പെയിനും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. തീരെ പ്രതീക്ഷിക്കാതെ 36 ആഴ്ചയിൽ തന്നെ ഈ ഫ്ലൂയിഡ് ബ്രേക്കായപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഇനി എന്താണെന്നുള്ളത്. എനിക്ക് വേണ്ടുന്ന സാധനങ്ങളും കൂടെ വാങ്ങിച്ചിട്ട് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യണമെന്നൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. ഈ ലേബർ റൂമിലേക്ക് കയറിയാൽ പിന്നെ തിരിച്ച് കുഞ്ഞുമായിട്ട് മാത്രമേ പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അന്നത്തെ ദിവസവും കഴിഞ്ഞ് അടുത്ത ദിവസം വെളുപ്പിനെയാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞത്. നോർമൽ ഡെലിവറി ആയിരുന്നിട്ടും എനിക്ക് കോൺട്രാക്ഷൻ വളരെ ലേറ്റായിട്ടാണ് വന്നത്. കുഞ്ഞാവയെ കൊണ്ടുവരുന്നത് അടുത്ത വീഡിയോയിൽ കാണാം.